ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻ. ഇതൊക്കെയാണ് എന്റെ മക്കളെ വിശേഷം. സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മിസ് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? 10ാം ക്ലാസ്സിലെ അല്ലെ, സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? നമ്മൾ ഏതാ ഹിസ്റ്ററി നോക്കി, ജിയോഗ്രഫി നോക്കി. ഇനി നമുക്ക് ഇന്ന് പൊളിറ്റിക്സ് നോക്കാം. പൊളിറ്റിക്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്കണോമിക്സ് നോക്കാം. അങ്ങനെ ഓരോ 1 ബൈ 1 സെക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത്? 10th തന്നെ ഏതാ? പൊളിറ്റിക്സ് അല്ലെ. പൊളിറ്റിക്സ് ഏത് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. നമ്മൾ എന്താ കുറെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ കാണാറില്ലേ? ഇല്ലേ? അപ്പൊ നോക്കാം നമുക്ക് എന്താണ് മീനിങ്. വാട്ട് ഡു വി മീൻ ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി? നമ്മൾ എന്താ നമുക്ക് കേൾക്കാം അല്ലെ, രാഷ്ട്രീയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, സിനിമകളിൽ കേൾക്കാറുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻസ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എ പൊളിറ്റിക്കൽ പാർട്ടി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു യൂണിറ്റ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻ ആൻഡ് ഗെയിൻ പവർ ഇൻ ദ ഗവൺമെന്റ് അല്ലെ. കുറെ ആൾക്കാർ, അതായത് ഒരു പാർട്ടി രൂപപ്പെട്ടിട്ട് അതിലെന്താണ്, ആരാണോ കോണ്ടസ്റ്റിൽ വിൻ ചെയ്യുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അല്ലെ. ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് ആരാണ്? അവരാണ്. ഓക്കെ, നമുക്കറിയാം. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് ഏതൊക്കെ സിനിമകൾ പറയാൻ പറ്റും? ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമയില്ലേ? ഫഹദ് ഫാസിലും അമല പോളിന്റെ ഒക്കെ ഒരു സിനിമയാണ് മിസ്സിന് വേഗം ഓർമ്മ വരിക ഈ ചാപ്റ്റർ എടുക്കുമ്പോ. ഏതായിരുന്നു? നേതാവ്. പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ, വെറുതെ മിസ് ഒന്ന് പറഞ്ഞ ആ സിനിമയില്ലേ, ഏതായിരുന്നു അത്? എന്റെ മക്കൾക്ക് അറിയാം, അത് തന്നെ. അപ്പം ആ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ കുറെ സിനിമകളിലൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അല്ലെ, ഹു യൂണിറ്റ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻ ആൻഡ് ഗെയിൻ പവർ ഇൻ ദ ഗവൺമെന്റ്. ആരാണോ ആ ഗവൺമെന്റ് വിജയിക്കുന്നത് അവരായിരിക്കും എന്ത് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഇങ്ങനെ പറയാം: they agree on specific policies and programs aimed at promoting the collective good and seek to implement these policies by winning popular support through elections അല്ലെ. popular through elections. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമ്മൾ നോക്കി. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി? എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ കോമ്പണൻസ് എന്നും കൂടെ നമുക്ക് നോക്കണ്ടേ? നിങ്ങൾക്ക് പിക്ചറിൽ കാണാം എന്തൊക്കെയാണ്. ലീഡേഴ്സ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ എന്താണ്? ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. ഈ 3 കോമ്പണൻസ് ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുമോ? ഇല്ല. ലീഡേഴ്സ് മാത്രം ഉണ്ടായി എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനെന്താണ്? ആ ഒരു പാർട്ടി നയിക്കാൻ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സും കൂടെ വേണം. പിന്നെന്താ? ആക്റ്റീവായ മെമ്പേഴ്സ് മാത്രം നയിക്കാൻ കാര്യമുണ്ടോ? നയിക്കാൻ കുറെ അനുനായികൾ വേണ്ടേ? അപ്പൊ അവരെല്ലാം കൂടിയതാണ് എന്ത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി എന്താന്ന് പറഞ്ഞു, പൊളിറ്റിക്കൽ പാർട്ടിയുടെ കോമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി? അപ്പൊ എന്തായിരിക്കും? കോണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൻഡ് ഫീൽഡ് കാൻഡിഡേറ്റ്സ്. എന്തായിരിക്കും? ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുകയും കാൻഡിഡേറ്റ്സ് എന്താണ് അതിൽ വേണം അല്ലേ. എന്താണ്? ഫോർമുലേറ്റ് ആൻഡ് പ്രസന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പിന്നെന്താ? ഇൻഫ്ലുവൻസ് ലോ മേക്കിംഗ് ത്രൂ പാർട്ടി ഡയറക്ഷൻ. പിന്നെന്താ പറയാൻ പറ്റും? പിന്നെന്താ? ഫോം ആൻഡ് ഓപ്പറേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് റിക്രൂട്ടിംഗ് ആൻഡ് ട്രെയിനിങ് ലീഡേഴ്സ്. എന്തായിരിക്കും അതിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു? കോണ്ടസ്റ്റ് ഇലക്ഷൻ ആൻഡ് ഫീൽഡ് കാൻഡിഡേറ്റ്സ്, formulate and present policies and programs, influence law making and പിന്നെന്താ? influence law making through party direction. പിന്നെന്ത് ഫങ്ഷൻസ്? act as opposition, provide alternative views and checks on ruling party. ഏതൊരു പാർട്ടിയിലേക്കും അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റിനും ഒപ്പോസിഷൻ ഗവൺമെന്റ് ഉണ്ടായിരിക്കും. അതായത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. കേരളത്തിലെ പ്രസന്റ് മുഖ്യമന്ത്രി ആരാണ്? ആരായിരിക്കും കേരളത്തിലെ പ്രസന്റ് മുഖ്യമന്ത്രി? എന്റെ മക്കളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ആരാണ് മുഖ്യമന്ത്രി എന്ന്. പിണറായി വിജയൻ. ഓക്കെ, അപ്പൊ ആ പിണറായി വിജയന് ഓപ്പോസിറ്റ് ആയിട്ട് ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടല്ലോ. ആരായിരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ്? വി ഡി സതീശൻ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ എന്താണ് വേണം? നിഹോ ഹോം ട്യൂഷൻ എന്നുള്ള പേജ് സജസ്റ്റ് ചെയ്യുകയും അവർക്കൊക്കെ എന്താണ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലിങ്കിന്റെ എന്താണ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അതൊരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടാവുമെന്നും പറഞ്ഞു. പിന്നെ എന്തായിരിക്കും? പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് റേസ് സൊസൈറ്റൽ ഇഷ്യൂസ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്തത് എന്തിനാണ്? ജനങ്ങളുടെ ഒപ്പീനിയനും കൂടി തെരഞ്ഞെടുക്കാനാണ്.
പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, ഇലക്ഷൻ ആകുമ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം രാഷ്ട്രീയക്കാർ ഭയങ്കരായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ കണ്ടുവരുന്ന ഇലക്ഷൻ പാർട്ടീസ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാല് ഷേപ്പ് ദ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് റേസ് സൊസൈറ്റൽ ഇഷ്യൂസ് റേസ് ചെയ്യാം. പിന്നെന്താണ്, serve as intermediaries between citizens and governments, facilitating access to welfare schemes and information. പറഞ്ഞല്ലോ നമ്മൾ. അപ്പം എന്താണ്, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ വെൽഫെയറും ഒക്കെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. ഇനി why there is a necessity for the political party? എന്തായിരിക്കും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നെസസിറ്റി? എന്തായിരിക്കും? Yes, political party as essential for governance and policy making in modern democracy. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസി സിസ്റ്റമാണ്. ആ ഡെമോക്രസി രാജ്യത്തിൽ എന്താണ്, ഒരു പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ലോ മേക്കിങ്ങിന് വളരെയധികം പങ്കുവഹിക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എൻഷുവർ സ്റ്റേബിൾ ഗവൺമെന്റ് ഫോർമേഷൻ ആൻഡ് പിന്നെന്താണ്, ensure stable government formation and responsibility. Non-party based elections can lead to factionalism. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പാർട്ടി എന്താന്ന് പറഞ്ഞു, പാർട്ടിയുടെ കോമ്പണൻസ് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതിന്റെ കോമ്പണൻസ് പറഞ്ഞു. ഹൗ മെനി പാർട്ടീസ് ഷുഡ് ബി ഹാവ്? നമുക്ക് എത്രത്തോളം പാർട്ടീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ്, the number of major effective parties in a democracy varies at subjective. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസി രാജ്യമാണ്. അതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഫെഡറലിസം ആണ്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ എന്താണ്, പവർ ഷെയറിംഗിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്താണ്, ഒരുപാട് പാർട്ടി സിസ്റ്റം, 1 പാർട്ടി 2 പാർട്ടി മൾട്ടി പാർട്ടി 3 പാർട്ടി സിസ്റ്റത്തിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 പാർട്ടി എന്ന് പറയുന്നത് കൺസിഡേർഡ് ഡെമോക്രാറ്റിക്. എന്താണ്, അവിടെ മൊണാർക്കിയാണ്, നോട്ട് കൺസിഡേർഡ് ഡെമോക്രാറ്റിക്. 2 പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ കൺട്രീസ് ലൈക്ക് എവിടെയൊക്കെയാണ്, USA-യും UK-യുമാണ് എന്തിനു ഉദാഹരണം പറയുന്നത്, 2 പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് എന്താ എക്സാമ്പിൾ, ഇന്ത്യയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം. മൾട്ടിപ്പിൾ പാർട്ടീസ് ടു കോമ്പീറ്റ് ഫ്രം ദ കോളിഷൻസ്, അതായത് ഒരുപാട് പാർട്ടീസ് ഉണ്ടായിരിക്കും ഇന്ത്യയിൽ, അല്ലെ. ഹൗ ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ പൊളിറ്റിക്കൽ പാർട്ടീസ്? level of participation in active of the party is very high in India. പിന്നെ എന്താ, advanced countries like Canada, Japan, Spain and South Korea എന്നൊക്കെ പറയുമ്പോൾ less participation ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു 1 പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി എന്താന്ന് എന്റെ മക്കളെ പറഞ്ഞു. എന്തായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ? മക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? എന്താണ് മിസ് പറഞ്ഞത്? പൊളിറ്റിക്കൽ പാർട്ടി is a group of people who unite, contest elections and gain power in the government. പിന്നെ നമ്മൾ അതിന്റെ കോമ്പണൻസ് പറഞ്ഞു. എന്തായിരിക്കും? ലീഡർ ഉണ്ടായിരിക്കണം, ആക്റ്റീവ് മെമ്പർ ഉണ്ടായിരിക്കണം, ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്താന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ നെസസിറ്റി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു. ഹൗ മെനി പാർട്ടി ഷുഡ് ബി ഹാവ് എന്ന് പറഞ്ഞതൊക്കെയാ 1 പാർട്ടി 2 പാർട്ടി മൾട്ടി പാർട്ടി സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇന്ത്യയുടെ നാഷണൽ പാർട്ടീസും സ്റ്റേറ്റ് പാർട്ടീസുമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് എന്ന് പറഞ്ഞു. നാഷണൽ പാർട്ടീസ് 7 നാഷണൽ പാർട്ടീസ്, ഒരുപാട് സ്റ്റേറ്റ് പാർട്ടീസും ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ സെക്ഷൻ പാർട്ട് 2 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലെങ്കിലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ പഠിക്കുകയും ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ മക്കൾ എന്ത് ചെയ്യണം, എല്ലാ കൂട്ടുകാരിലേക്കും നിയോ ഹോം ട്യൂഷൻ എന്നുള്ള പേജ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബൈ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.